നമുക്ക് ഫ്ലോപ്പായിട്ടുള്ളൊരു കേക്കിൻ്റെ കഥ കേട്ടാലോ. എപ്പോഴും സക്സസ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് തന്നെ ഞാൻ കുറേ വിചാരിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നെപ്പോലെ തന്നെ ഇതിനെപ്പറ്റി അവെയർ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും അവർ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ പോലെ ഇത്രയും സാധനങ്ങളൊന്നും വേസ്റ്റ് ആവില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാനിതിനായിട്ട് 6 മുട്ടയാണ് ഗൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ യോക്കും വൈറ്റും ഒക്കെ സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ആ യോക്കുള്ളതിലേക്ക് ഞാൻ ഷുഗറും വാനില എസൻസും ഒക്കെ ആഡ് ചെയ്തു. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഞാൻ പാലും പിന്നെ ഓയിലും ഒക്കെ ആഡ് ചെയ്തു. അതുവരെയൊക്കെ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നതെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തു, അത് വിസ്ക് ചെയ്തെടുത്തു. പക്ഷേ എനിക്ക് തെറ്റ് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മുടെ എഗ് വൈറ്റിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൽ യോക്കിൻ്റെ ഒരു അംശം പോലും വരാൻ പാടില്ല. അതെനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇതോടുകൂടെ ഞാൻ ആ പാഠം പഠിച്ചു. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ എഗ് യോക്ക് മിക്സ് ചെയ്തതിന് ശേഷം ആ വിസ്ക് കഴുകിയിട്ടത് പ്രോപ്പറായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശവും അതിൽ പാടില്ല. പിന്നെ അത് മാത്രമല്ല, എഗ് യോക്കിൻ്റെ ഒരു അംശം പോലും നമ്മുടെ എഗ് വൈറ്റിൽ പാടില്ല. അത് പ്രോപ്പർലി സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഇതേ പണി നിങ്ങൾക്കും കിട്ടും. എന്നിട്ട് ഈ എഗ് വൈറ്റ് ഞാൻ വിസ്ക് ചെയ്തെടുക്കുമ്പോഴൊന്നും ഞാൻ വിചാരിച്ചില്ല, ഞാൻ സാധാ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഈ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരുമല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി പൊടിച്ച് വെച്ചിരുന്നു ഷുഗറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നിന്നപ്പോഴൊക്കെ അത് ഇത്തിരി പൊന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ താന്നുപോയി. പിന്നെ ഞാൻ അടുത്ത് നോക്കിയപ്പോൾ നല്ല വാട്ടറി ആയിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലായി പണി പാളി. പക്ഷേ ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാനിനിയിപ്പോൾ എൻ്റെ എഗ് വൈറ്റ് നമ്മുടെ യോക്കിൻ്റെ മിക്സിലേക്ക് അങ്ങ് മിക്സ് ചെയ്തപ്പോൾ നല്ല വാട്ടറി ആയിട്ടുള്ളൊരു ബാറ്ററാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പണി പാളി. കാരണം ഇതിന് മുന്നേ ഒക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു ബാറ്റർ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, നമുക്ക് ജസ്റ്റ് ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ ഞാനത് ബേക്ക് ചെയ്തെടുത്തു. പക്ഷെ അങ്ങനെ ബേക്ക് ചെയ്യുമ്പോഴും ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അത്ര സോഫ്റ്റ് ഉണ്ടാവില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു കേക്ക് എനിക്ക് കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് ഞാൻ ബേക്ക് ചെയ്തൊക്കെ എടുത്തത്. ഞാൻ ഇങ്ങനെ ഫോർക്ക് വെച്ച് കുത്തിയൊക്കെ നോക്കി ഞാൻ ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തൊക്കെ എടുത്തു. മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. എനിക്ക് ഭയങ്കര ഡെൻസായിട്ടുള്ളൊരു ഹാർഡായിട്ടുള്ളൊരു കേക്കാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ എഗ് വൈറ്റ് ഫ്ലഫി ആവാത്തതുകൊണ്ടാണെന്നാണ്. അപ്പോൾ ബേക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ കമൻസിൽ പറയണേ.